ഏവർക്കും ലാൽ മാത്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. CBSE +2 ബോർഡ് എക്സാം 2023 ചോദിച്ച ഇൻ്റഗ്രേഷൻ എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഒരു ചോദ്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. എല്ലാ വിദ്യാർത്ഥികളും അവസാനം വരെ വീഡിയോ കാണാൻ താല്പര്യപ്പെടുന്നു. അതോടൊപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ക്വസ്റ്റ്യൻ: Integral 0 to pi/2 log sin x minus log of 2 cos x dxന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് ഏത് രീതി ചെയ്യാൻ പറ്റുമെന്നാണ് നമുക്ക് ആലോചിക്കേണ്ടത്. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ത് ഫോർമാറ്റിലാണ്? ലോഗ് എ ഇൻ്റഗ്രേഷൻ അവിടെ നിൽക്കട്ടെ, നമുക്ക് അവിടെ ചെയ്യാം. അപ്പം എന്താണ്? ലോഗ് എം മൈനസ് ലോഗ് എൻ എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം ലോഗ് എം ബൈ എൻ എന്ന ഫോമാണ് ലോഗരിതത്തിൽ ചെയ്യുന്നത്, അല്ലേ? അപ്പം ആകെ ഫോമിലാണ് തന്നിരിക്കുന്നത്. ഇത് എം എന്ന് പറയുന്നത് ഇതും എൻ എന്ന് പറയുന്നത് ഇതുമാണ്. അപ്പം നമുക്ക് ഇനി ആ ഫോമിലോട്ട് മാറ്റാം. I is equal to integral 0 to pi/2 log of sin x divided by 2 cos x into dx. അപ്പം ഇതിന് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കത്തില്ല. ലോഗും ട്രിഗണോമെട്രിയും കൂടെ ഒരുമിച്ച് വന്നുകൊണ്ട് കോസ് എക്സിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കത്തില്ല. കാരണം സൈൻ എക്സിന് മാത്രമല്ല dx, ഹോളായിട്ടാണ് dx വന്നിരിക്കുന്നത്. അപ്പം നമുക്കിനെ ഇൻ്റഗ്രലിൻ്റെ പ്രോപ്പർട്ടിയിലോട്ട് മാറ്റാം. ഇതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കുന്നു. എന്താണ് ഇൻ്റഗ്രേഷൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്? Integral a to b f of x dx is equal to, നമുക്ക് എങ്ങനെ എഴുതാം? Integral a to b f of xന് പകരം a plus b മൈനസ് എക്സ് എന്ന രീതിയിൽ നമുക്ക് എഴുതാം dx. അപ്പോൾ അതേപോലെ നമുക്ക് ഈ ഇൻ്റഗ്രലിനെ മാറ്റുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? I is equal to integral 0 to pi/2 ഫംഗ്ഷൻ എന്താണ്? ലോഗ് ഓഫ് സൈൻ എക്സിന് എങ്ങനെ എഴുതാം? സൈൻ എക്സ് ഇവിടെ ലോവർ ലിമിറ്റ് ഇവിടെ 0 ആണ്. അപ്പോൾ 0 ഞാൻ ഇവിടെ എഴുതില്ല. പിന്നെ നമ്മുടെ അപ്പർ ലിമിറ്റ് ഏതാണ്? pi/2 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു കോസ് എക്സ് ആണ്. കോസ് എക്സിനും ലോവർ ലിമിറ്റ് 0 ആയതുകൊണ്ട് 0 എഴുതുന്നില്ല. അപ്പോൾ pi/2 മൈനസ് എക്സ് എന്ന് എഴുതി. അപ്പോൾ നമുക്കറിയാം I is equal to integral 0 to pi/2 log of sin pi/2 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ കോസ് എക്സ് എന്നറിയാം, ഡിവൈഡഡ് ബൈ 2 കോസ് pi/2 മൈനസ് എക്സ്. കോസ് pi/2 മൈനസ് എക്സ് എന്നാണ് സൈൻ എക്സ് എന്ന് എഴുതാം. അപ്പോൾ എന്താണ്? 2 സൈൻ എക്സ് dx. ഇതിന് ഇക്വേഷൻ നമ്പർ 1, 2 എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 എന്താണ്? ലിമിറ്റ് 0 to pi/2 ആണ്. ഇക്വേഷൻ നമ്പർ 2ൻ്റെയും ലിമിറ്റ് 0 to pi/2 ആണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ നമ്പർ 1 പ്ലസ് ഇക്വേഷൻ നമ്പർ 2 എന്ന് എഴുതാം. അപ്പം I പ്ലസ് I എത്രയാണ്? 2y ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to pi/2 log of sin x by 2 cos x പ്ലസ് ലിമിറ്റ് ഒരെണ്ണം വന്നിരുന്നു. രണ്ടിൻ്റെയും ലിമിറ്റ് ഒന്നായതുകൊണ്ട് നമുക്ക് ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. പിന്നെ രണ്ടാമത്തെ എന്താണ്? ലോഗ് ഓഫ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ 2 സൈൻ എക്സ് ഇൻറ്റു dx. അപ്പോൾ ഇതെന്ത് ഫോമാണ്? ലോഗ് എം പ്ലസ് ലോഗ് എൻ, ദാറ്റ് ഈസ് ഈക്വൽ ടു ലോഗ് എം പ്ലസ് എൻ. ലോഗ് ഓഫ് എം പ്ലസ് എൻ നമുക്കിവിടെ എഴുതാം. ലോഗ് എം പ്ലസ് ലോഗ് എൻ എന്ന് പറയുന്നത് എന്താണ്? ലോഗ് ഓഫ് എം ഇൻറ്റു എൻ എന്ന് നമുക്ക് എഴുതാം. അതുപോലെ നമുക്ക് ഇവിടെ എഴുതാം 2y is equal to
0 to pi by 2 log of sin x by 2 cos x into, so ഇവിടെ 2 ഉണ്ടല്ലോ, 2 cos x into cos x divided by 2 sin x dx. അപ്പോൾ എന്താണ് cos xും cos xും വെട്ടിപ്പോയി, sin xും sin xും വെട്ടിപ്പോയി. ബാക്കി എന്തുകൊണ്ട് നമ്മുടെ കയ്യിൽ log of 1/4 ഉണ്ട്. log of 1/4 ഉണ്ട്. അപ്പോൾ നമുക്ക് 2y is equal to integral 0 to pi by 2 log of 1/4 dx. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു log of m by n എന്ന് പറഞ്ഞാൽ log of m മൈനസ് log of n ആണ്. അപ്പോൾ അതുപോലെ 1/4 സ്പ്ലിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് 2y is equal to integral 0 to pi by 2 log 1 minus log 4 into dx. അപ്പം log 1 എന്ന് പറയുന്നത് 0 ആണ്. അപ്പം 2y is equal to log 4 കോൺസ്റ്റൻ്റ് ആണ്. അപ്പം log 4 എഴുതി ഇൻറ്റു dxൻ്റെ ഇൻ്റഗ്രൽ x ആണ്. അതിൻ്റെ എന്താണ് അപ്പർ ലിമിറ്റ് 0 to pi by 2 സോറി മൈനസ് ഇവിടെ മൈനസ് ഉണ്ട്, മൈനസ് log 4. 2y is equal to എക്സിൻ്റെ വാല്യൂ pi by 2 കൊടുക്കുമ്പോൾ ഇവിടെ മൈനസ് ഉണ്ട്, മൈനസ് pi by 2 log 4 എന്ന് കിട്ടി. log 4 പ്ലസ് സി. ഐ അപ്പോൾ എന്താ, നമുക്ക് ഐ അല്ലേ വേണ്ടുന്നത്. ഐ is equal to മൈനസ് pi by 4 log 4 പ്ലസ് സി എന്നുള്ള ഫൈനൽ ആൻസർ നമ്മുടെ കിട്ടുന്നതാണ്. ഇതാണ് ചോദ്യത്തിലുള്ള ഉത്തരം. എല്ലാവരുടെയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.